Thank you, Father. Thank you, Holy Spirit. Father, this is your word. Cover me in your precious blood. Lord, nobody has to see me, Father. Let them receive your word. Let them see you and receive your word, Appa. We thank you and we praise you. If there's any sinfulness in our life, any uncleanness in our life, I pray that you forgive us, Appa. I pray that you strengthen us, Appa. We bless this word. Let it be a healing to us. In Jesus' name we pray. Amen. Praise the Lord. Chinda I want to share today is from the book of Exodus. പുറപ്പാടിന്റെ പുസ്തകം 32 അധ്യായത്തിന്റെ ആദ്യത്തെ വചനം. Exodus chapter 32 verse 1. അതിന്റെ ഫസ്റ്റ് ഭാഗം മാത്രം. എന്നാൽ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ മതിയാണ്. Bible says മോശ താഴോട്ട് ഇറങ്ങി വരാൻ താമസിച്ചുകൊണ്ട്. The only reason Bible gives is that there was a delay. There was a delay. Exodus 4:22 ഒന്ന് വായിക്കാമോ ആന്റി? Exodus 4:22. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇസ്രായേൽ എന്റെ പുത്രൻ, എന്റെ ആദ്യജാതൻ തന്നെ. യെസ് ആന്റി. ദൈവം ഇസ്രായേലിനോട് ഫറോനോട് പറയാൻ വേണ്ടി കൊടുക്കുന്ന മെസ്സേജ് ആണ്, ഇസ്രായേൽ എന്റെ ആദ്യജാതനാണ്, മൈ ഫസ്റ്റ് ബോൺ സൺ. ആ വചനം താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, നീ അവനെ വിടാത്തോണ്ട്, ബിക്കോസ് യു റെഫ്യൂസ് ടു ലീവ് ഹിം, ഞാൻ എന്ത് ചെയ്യുന്നു, ഈജിപ്തിലുള്ള അത്രയും ആദ്യജാതന്മാരെയും ഐ എം ഗോയിങ് ടു റിമൂവ്. എന്റെ ആദ്യജാതനെ നീ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്നുണ്ട്. യു ആർ നോട്ട് ലീവിങ് മൈ ഫസ്റ്റ് ബോൺ സൺ. ആ ഒറ്റ കാരണത്തിന് വേണ്ടി ഈജിപ്തിലുള്ള ഫസ്റ്റ് ബോൺ എന്ന് ആ ടൈറ്റിലുള്ള ഒരുവൻ ഉണ്ടെങ്കിൽ അത്രയും ആൾക്കാരെയും ദൈവം എന്ത് ചെയ്തു? He completely removed from the earth. ഇത്രയും വലിയ ഒരു ഓണറാണ് ദൈവം ഇസ്രായേലിന് കൊടുത്തിരിക്കുന്നത്. ഈ ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് വരുമ്പോ ആരാണ്? സാധാരണ കൂലിപ്പണി ചെയ്യുന്നവർ. ഈ ഒരു ശ്രേഷ്ഠതയോ അതിനകത്ത് ഒരു മഹിമയോ ഒന്നുമില്ലാത്തവർ, സാധാരണ കൂലിപ്പണി ചെയ്യുന്നവരെ ദൈവം പറഞ്ഞു, നിങ്ങള് എന്റെ ആദ്യജാതനാണ്, മൈ ബോൺ സൺ. ഇത്രയും വലിയ ഓണർ ദൈവം അവർക്ക് കൊടുത്തു. Exodus 19:4-5 അതിനകത്ത് നമ്മൾ വായിക്കും. ആന്റി ഒന്ന് വായിക്കാമോ? Exodus 19:4-5. ചെയ്തതും നിങ്ങളെ കഴുകമാടെ ചിറകിന്മേൽ വഹിച്ച് നിങ്ങൾ കണ്ടുവല്ലോ. നിങ്ങൾ എന്റെ വാക്ക് കേട്ടനുസരിക്കുകയും എന്നെ പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ആന്റി അതിന്റെ ഒരു ലൈൻ താഴോട്ട് വായിക്കാമോ? ഭൂമിയൊക്കെ എനിക്കുള്ളതല്ലോ. മതി ആന്റി. 19:4-5 എന്ത് പറയുന്നു? ഞാൻ മിസ്രൈമിനോട് ചെയ്തതെല്ലാം നിങ്ങൾ കണ്ടു. യു ഹാവ് സീൻ വാട്ട് ഐ ഡിഡ് ടു ഈജിപ്റ്റ്. ഞാൻ നിങ്ങളെ എന്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്തിനാ ദൈവം ഇസ്രായേലിനെ അവിടെ വിടുവിച്ച്? ഫറോനെ കൊല്ലാൻ വേണ്ടിയല്ല. ഫറോനെ കൊല്ലുന്ന ഒരു പാർട്ടാണ്. പക്ഷെ ദൈവം ഇസ്രായേലിനെ വിടുവിക്കുന്നത് എന്റെ സ്വന്തം മൈ ട്രഷേർഡ് പൊസഷനായിട്ട് ആക്കാൻ വേണ്ടിയാണ് ദൈവം അവരെ പുറത്തു കൊണ്ടുവരുന്നത്. വചനം പറയുന്നു, ഭൂമി മൊത്തവും എന്റേതാണ്. The whole world is mine. The whole world is mine. പക്ഷെ അതിൽ ഭയങ്കര സ്പെഷ്യലായി ട്രഷേർഡ് പൊസഷനായി ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ പുറത്ത് ഈ ഡെസേർട്ടിലോട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പം ദൈവം ആദ്യം അവരെ എന്ത് കൊടുക്കുന്നു? എന്റെ ആദ്യജാതൻ എന്ന് പറയുന്ന ഒരു ഓണർ ദൈവം കൊടുക്കുന്നു. അവർക്ക് ആവശ്യമുള്ള സകല വിടുതലുകളും അവരുടെ കൺമുമ്പിൽ തന്നെ ദൈവം ചെയ്യുന്നു. 19 അവരോട് ദൈവം വെളിപ്പെടുത്തുന്നു, ഭൂമി മൊത്തവും എന്റേതാണ്.
നിങ്ങളുടെ കയ്യിലൊന്നുമില്ല, സകലതും എന്റേത് തന്നെയാണ്. എനിക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്നാലും അതും എന്റേതാണ്. നിങ്ങള് എനിക്ക് ചെലവാക്കാവുന്ന വീട്ടിൽ വെച്ചിരിക്കുന്നതും അതും എന്റേതാണ്. ഭൂമി മൊത്തവും എന്റേതാണ്. പക്ഷെ അതിൽ ഞാൻ നിങ്ങളെ തെരഞ്ഞ് സ്പെഷ്യലാക്കി, യു ആർ ഗോയിങ് ടു ബി ദ ബെസ്റ്റ്. ദാറ്റ് ഈസ് വൈ ഐ എം ടേക്കിംഗ് യു ഔട്ട് ഫ്രം ഈജിപ്റ്റ്. ആ ചങ്ങലെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരാൻ ഈ ഒറ്റ കാരണം. ഐ എം മേക്കിംഗ് യു മൈ പൊസിഷൻ. മൈ പൊസിഷൻ. എവിടെ ചെന്നാലും എന്റെ ഒരു സീൽ നിങ്ങളുടെ മേലെ ഉണ്ട്. മൈ അതോറിറ്റി ഈസ് ഓൺ യുവർ ഫോർഹെഡ് ടു മേക്ക് യു മൈ സ്പെഷ്യൽ. ദാറ്റ് ഈസ് വൈ ഞാൻ ആ ചങ്ങലകളെ പൊട്ടിച്ച് നിങ്ങളെ ഞാൻ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. യു ആർ ക്യാരിങ് മൈ സീൽ. എക്സോഡസ് 19:9 ഒന്ന് വായിക്കാമോ? 19:9. എക്സോഡസിന്റെ 19:9. The Lord said to Moses, I will come to you in a thick cloud and let the people hear me speak to you. മതി മോനെ, സൂപ്പർ. Always God wants. Thank you Joel. I want the people. ദൈവം മോശയോട് സംസാരിക്കുന്നുണ്ട്, അതിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഞാൻ മോശയോട് സംസാരിക്കുന്നു എന്ന് നിങ്ങൾ എല്ലാവരും കേൾക്കണം. ഞാൻ മോശയോട് സംസാരിക്കുന്നത് മാത്രം പോരാ, മോശയോട് സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കണം. യു ഹാവ് ടു നോ ഐ ആം എ ലിവിങ് ഗോഡ്. ഞാൻ മോശയോട് ഇടപെടുന്നു എന്ന് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? 19:9 പറയുന്നു, യു ഹാവ് ടു ഹിയർ. ഞാൻ മോശയോട് സംസാരിക്കുന്നത് യു ഹാവ് ടു ലിസൺ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ജീവിക്കുന്ന ദൈവമാണ്. ഞാൻ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഐ എം ലിസണിങ്. നിങ്ങൾ ചിന്തിക്കുന്നത് എവറിത്തിങ് ഐ നോ, ഐ എം വിത്ത് യു. ഇത് ഇസ്രായേൽ മക്കൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ദൈവം ചെയ്ത ഒരു കാര്യമാണ്. 20:22 വായിക്കാമോ മോനെ? 20:22. The Lord told Moses to say to the people of Israel, with your own eyes you saw me speak to you from heaven. മതി. Now you have also seen. നിങ്ങൾ ചെവികൾ കൊണ്ട് കേട്ടു, കണ്ണുകൾ കൊണ്ട് കണ്ടു. ഒരു വലിയ പർവ്വതത്തിൽ ദൈവത്തിന്റെ മേഘത്തിൽ ദൈവത്തിന്റെ പ്രസന്നം ഇറങ്ങി വരുന്നത് വ്യക്തമായി കണ്ടു, ചെവികൾ കൊണ്ട് കേട്ടു. ഈജിപ്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ദൈവത്തിന്റെ കരവും എന്ത് ചെയ്തു? അനുഭവിച്ചു. ഇത്രയും നടന്നു. റൈറ്റ്? എക്സോഡസിന്റെ 20:24 20:2-4 20:23 വായിക്കണ്ട. അതിനകത്ത് ദൈവം അവർക്ക് കൊടുക്കുന്ന ആദ്യത്തെ കൽപ്പന എന്താണെന്ന് പറയും? ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു, വേറെ ഒന്നിനെയും നിങ്ങൾ ദൈവമായി ഏറ്റെടുക്കരുത്. 20:23 പറയുന്നു, ഞാനല്ലാതെ നിങ്ങൾ വേറെ ഒരു ദൈവം ഉണ്ടാക്കരുത്. ഇതാണ് ദൈവം പറഞ്ഞ ആദ്യത്തെ കൽപ്പന. വെരി ഫസ്റ്റ് തിങ് ദൈവം അവരുടെ നിന്ന് ആവശ്യപ്പെട്ട് ആകെ ഫസ്റ്റ് കാര്യം ഇതേ ഉള്ളൂ. ഇത്രയും കണ്ടു. ഇപ്പം ഈ പ്രമാണങ്ങളെല്ലാം മോശ മേടിച്ച് അവരോട് വന്ന് സംസാരിക്കുമ്പോൾ 19:8 ആ ആൾക്കാരെല്ലാരും എന്ത് പറയുന്നു? വി അഗ്രി, കർത്താവെ ഞങ്ങൾ എല്ലാം ഏറ്റെടുക്കുന്നു. പിന്നെയും 24:3-4 നമ്മൾ എക്സോഡസ് 24:3-4 വായിക്കുമ്പോൾ അവിടെയും അവരെല്ലാരും എന്ത് പറയുന്നു? കർത്താവെ നീ പറയുന്ന എല്ലാ കൽപ്പനകളും പ്രമാണങ്ങൾക്കും ഞങ്ങൾ എന്ത് ചെയ്യുന്നു? വി അഗ്രി, ഞങ്ങൾ ഫുള്ളി അഗ്രി. അപ്പൊ ഇപ്പൊ എന്തായി? ഒരു വചനം കൂടെ വായിക്കാമോ? 24:9. Moses and Aaron, together with Nadab and Abihu and the 70 leaders, went up the mountain and continue. And saw the God of Israel. Under his feet was something that looked like a pavement made out of sapphire, and it was as bright as the sky. Can you continue? So these leaders of Israel saw God, she did not, so they ate and drank. Very good. വചനം എന്ത് പറയുന്നു? മോശ, ആരോൺ, നദാബ്, അബിയു, പിന്നെയും അവിടെയുള്ള സകല എൽഡേഴ്സും മോശ ദൈവത്തിന്റെ പ്രസന്നത്തിൽ ഇരുന്നത് പോലെ അവരും ഇരുന്ന് ദൈവത്തിന്റെ ഗ്ലോറി കണ്ട് കഴിച്ചും തിരിച്ചു വന്നു. ദൈവം അവരെ കൊന്നില്ല. വചനം പറഞ്ഞു, ദൈവം അവരെ കൊന്നില്ല.
He did not kill them. They saw the glory of God. So elders എന്ത് ചെയ്യുന്നു? വചനം അവർ കേട്ടു. ഈ elders എല്ലാം ദൈവത്തിനെ കാണുന്നു. Everybody saw God. Everybody understood God. Right? പക്ഷേ എക്സോഡസ് 32 ചാപ്റ്ററിൽ വരുമ്പോൾ അവരെല്ലാരും ഒരു മനസ്സോടെ വന്ന് ഈ ദൈവത്തെ കംപ്ലീറ്റ്ലി ഉപേക്ഷിക്കാൻ ഇടയായി. ഒരു മനസ്സോടെ കംപ്ലീറ്റ്ലി ദൈവത്തെ കംപ്ലീറ്റ്ലി ഉപേക്ഷിക്കാൻ ഇടയായി. കംപ്ലീറ്റ്ലി. എക്സോഡസ് 32:1 വായിക്കുന്നു, they went out and they told, ആരോനോട് പറയുന്നു, ഞങ്ങൾക്ക് ദൈവങ്ങളെ ഉണ്ടാക്കി തരണം, ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് പറയത്തക്കതായ ദൈവങ്ങളെ ഉണ്ടാക്കി തരണം. നമ്മൾ ചിന്തിക്കണം, വാട്ട് ചേഞ്ച്ഡ്? എന്തുകൊണ്ട്? അവർ ദൈവത്തിനെ കണ്ടു, ദൈവത്തിന്റെ മഹിമയെ കണ്ടു, ദൈവത്തിന്റെ ശബ്ദത്തെ കേട്ടു, ദൈവം ചെയ്യുന്ന കാര്യങ്ങളെയെല്ലാം അവര് എക്സ്പീരിയൻസ് ചെയ്തു. ദൈവത്തിനോട് പലവട്ടം അവർ പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ മക്കളാണ്, ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കും, ദൈവത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കും, ദൈവം പറയുന്ന എല്ലാ പ്രമാണങ്ങളും ഞാൻ അനുസരിക്കും. ഇതെല്ലാം പറഞ്ഞവരാണ്. ഒറ്റ മനസ്സായിട്ട് വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ദൈവങ്ങളെ ഒന്ന് ഉണ്ടാക്കി തരാമോ? Can you make gods for us? What was the reason? വചനം പറയുന്നു, because Moses took a long time. Moses took a long time. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ there was a delay. അവരുടെ ആ മല അടിവാരത്തിൽ തന്നെ അവർ ഇരിക്കുമായിരുന്നു. ദൈവത്തിന്റെ പ്രശ്നം കാണുന്നുണ്ട്. മേലെ മോശെ കയറിപ്പോയി. പക്ഷെ he took a long time. ഒരു ഡിലേ വന്നപ്പോൾ സാത്താന് അവരെ വഴി നടത്താൻ ഈസി ആയിപ്പോയി. See, every time there is delay, there is always pressure. Any delay always brings pressure. If you allow the Spirit, Holy Spirit will make you grow deeper in delay. Delay ആകുന്ന സകല കാര്യത്തിലും പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? നമ്മളെ യേശുവിൽ ആഴമായി അറിയാൻ ഇടപെടുത്തും. പക്ഷേ മറിച്ച് നമ്മൾ ആ പ്രഷർ സാത്താന്റെ കയ്യിൽ കൊടുത്താൽ അവൻ എന്ത് ചെയ്യും? നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റി കൊണ്ടുപോയി പാപത്തിൽ ഇരിക്കാൻ, അവിടെ ദൈവത്തെ വിട്ട് കൊണ്ടുപോയി തള്ളിവിടാൻ അവന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യും. There is always pressure that comes with delay. Right? 1 സാമുവേൽ 13:8-10 വരെ വായിക്കുമ്പോൾ സൗൾ രാജാവ് എന്ത് ചെയ്യുന്നു? ഓടി ചെന്ന് അവിടെ ഒരു യാഗം കഴിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വരുന്നു. എന്തായിരുന്നു കാരണം? സിംപ്ലി ഡിലേ. ശമൂവേൽ പറഞ്ഞ ടൈമിൽ അവർ കാത്തിരുന്ന് ആൾക്കാരെല്ലാരും പോകാൻ തുടങ്ങിയപ്പോൾ സിംപ്ലി ഇറ്റ് വാസ് ഡിലേ. ചെറിയൊരു ഡിലേ വന്നപ്പോൾ അവൻ ഉപേക്ഷിച്ചു. ദൈവ ഭയം അവൻ ഉപേക്ഷിച്ചു. റൈറ്റ്? വെരി ഇൻട്രസ്റ്റിംഗ്. ജെനസിസ് 16 അതിൽ വായിക്കുന്നു, അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു ഹാഗാർ ഉണ്ടാവുന്നത് റീസൺ വാസ് ഡിലേ. ജെനസിസ് 15:4-5 വചനം പറയുന്നു. ജോയൽ വായിക്കാവോ? 15 ജെനസിസ് 15. The Lord replied, "No, he won't. You will have a son of your own, and everything you have will be his." Right. Thank you, Mane. NIV-യിൽ പറയുന്നു, God said you will have a son from your own body. Own body ആണെങ്കിൽ അബ്രഹാം അല്ലല്ലോ കുഞ്ഞിനെ പെറ്റെടുക്കാൻ പോകുന്നത്. It's not his own body. പക്ഷെ ജെനസിസ് 2:22 പറയുന്നു, ദൈവം ആദാമിനോട് പറഞ്ഞു, you and your wife will become one. You and your wife will become one flesh. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, it will come from you, your own body. ഹാഗാർ അവന്റെ ഓൺ ബോഡി അല്ലായിരുന്നു. It has to come from Sarah. ദൈവത്തിന്റെ വചനം
സാറായിലൂടെ തന്നെ നിറവേറും. there is no doubt. പക്ഷേ അവിടെ ഒരു ഹാഗാർ വരാൻ കാരണം was only delay. സാറ ഓർത്തു, ഇനിയും ദൈവത്തിന് ചെയ്യാൻ പറ്റുമോ? സകലതും is over. നമ്മൾ ആ മെനോപോസ് കഴിഞ്ഞ് ഭൂമ്പൊക്കെ ചത്ത് മരിച്ച് കുഴിച്ചിടാൻ സമയമായി. ഇനിയും there's no point. പക്ഷെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ വാക്കുതത്വം ഒരിക്കലും മാറിയില്ല. ഹാഗാർ വന്ന ശേഷവും ദൈവത്തിന്റെ വാക്കുതത്വം അതുപോലെ അവൻ ചെയ്തു. സെയിം, there was no change. നീ ഹാഗാറിനെ എടുത്തല്ലോ, ഇനിയും ഞാൻ ഐസക്കിനെ ഞാൻ തരത്തില്ല പറഞ്ഞില്ല. No, he was faithful. He was faithful. 2 പത്രോസ് 3:4 വായിക്കുമ്പോൾ വചനം ഇംഗ്ലീഷിൽ എനിക്ക് അതിന് മലയാളം വാക്ക് അറിയില്ല. മലയാളത്തിൽ വായിക്കാമോ? അത് സ്കോഫേഴ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. അതിന് മലയാളം എന്താന്ന് ആൻറ്റി ഒന്ന് പറയാവോ? 2 പത്രോസ് 3:3-4. പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളി. പരിഹാസികൾ. ഓക്കെ റൈറ്റ്. ഇംഗ്ലീഷിൽ പറയുന്നു, ഇൻ ദ ലാസ്റ്റ് ഡേയ്സ് സ്കോഫേഴ്സ് വിൽ കം. അവരെന്ത് ചെയ്യും? നിങ്ങൾ പറഞ്ഞ യേശു എവിടെ? ഇന്ന് വരും, നാളെ വരും, മറ്റന്നാളെ വരും, മിനിഞ്ഞാന്ന് വരും എന്നൊക്കെ പറഞ്ഞിട്ട്. വൈ? ബിക്കോസ് ഹിസ് കമ്മിങ് ഇസ് ഡിലേഡ്. അവർ ചോദിക്കാൻ കാരണം എന്താ? ഡിലേ. അവർ ചുറ്റിലും നോക്കുവാണെങ്കിൽ ആയിരങ്ങളുടെ ജീവിതം ദൈവം തൊട്ടിട്ടുണ്ട്. കോടികളുടെ മിറക്കിൾസ് നടന്നിട്ടുണ്ട്. അത്ഭുതങ്ങൾ ഇവിടെ പല മിനിസ്ട്രീസും നടന്നുകൊണ്ടേയിരിക്കുന്നു. പലവരുടെ ലങ്സ് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇല്ലാത്ത കണ്ണിനെ ദൈവം ഒഴിവാക്കി തന്നിട്ടുണ്ട്. ഇതെല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ ആൾക്കാർ ചോദിക്കുന്നു, എവിടെ യേശു? വരുമെന്നൊക്കെ പറഞ്ഞല്ലോ. Why is the reason? Delay. യോഹന്നാന്റെ ചാപ്റ്റർ 20 വായിക്കുമ്പോൾ ആ ഡിസൈപ്പിൾസിനുള്ള സകല പ്രതീക്ഷകളൊക്കെ ദൈവം കൊടുത്തിട്ട് പെട്ടെന്ന് ക്രൂശിൽ മരിച്ചപ്പോൾ എല്ലാം നശിച്ചുപോയി. ഒത്തിരി പ്രോമിസസ് ദൈവം കൊടുത്തു. പക്ഷെ ക്രൂശിൽ യേശുവിനെ കണ്ടപ്പം സകലതും ഇല്ലാതായി. 3-ാം ദിവസം യേശു എഴുന്നേറ്റ് വന്നിട്ടും അവരുടെ മുറിയിൽ വന്ന് അവരോട് സംസാരിച്ചിട്ടും അവരുടെ കൂടെ കഴിച്ചിട്ടും പീസ് ബി വിത്ത് യു എന്നൊക്കെ പറഞ്ഞു യേശു. ഇതെല്ലാം ഡിസൈപ്പിൾസ് റിസീവ് ചെയ്തു. ആണിവരുടെ കൈയൊക്കെ അവർ തൊട്ട് നോക്കി. എന്നിട്ടും 21-ാമത്തെ ചാപ്റ്റർ പീറ്റർ പറഞ്ഞു, ഞാനൊന്ന് മീൻ പിടിക്കാൻ പോവാ. എന്താ കാരണം? അഭിഷേകം ഇറങ്ങേണ്ട ദിവസം ഉണ്ട്, പക്ഷെ അതങ്ങ് ദൂരെയാ. എന്റെ മേലെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇറങ്ങുന്ന ദിവസമുണ്ട്, അത് വരുമെന്ന് യേശു പറഞ്ഞു. പക്ഷെ കാത്തിരുന്ന് ബിക്കം വെരി ടയേർഡ്. ഇപ്പം എനിക്കൊന്ന് പോയി മീൻ പിടിക്കണം. റൈറ്റ്? റീസൺ എന്തായിരുന്നു? ആ ഡേ ഓഫ് പെന്റിക്കോസ്റ്റ് അങ്ങ് ദൂരെ കിടക്കുമായിരുന്നു. അവര് കാത്തിരുന്ന് ഡിലേ. ദൈവം മോശേനെ മലയുടെ മേലെ കൊണ്ടുപോയപ്പോൾ 10 ചാപ്റ്റർ എന്റെ ആദിജാതനെ നീ എങ്ങനെ വളർത്തിയെടുക്കണം, എന്തൊക്കെ അവർ ചെയ്യണം, എന്റെ കാര്യങ്ങളെ മാത്രം നീ അവരെ പഠിപ്പിച്ചാൽ മതിയെന്ന് ദൈവം അവിടെ ഒരു വലിയ കോച്ചിങ് ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു മോസസിന്. ചെറിയ ഒരു ഡിലേ അവർക്ക് ദൈവം ഈ വലിയ അനുഭവങ്ങളെല്ലാം കൊടുത്തത് ബിക്കോസ് ഗോഡ് വാണ്ടഡ് ദം ടു വെയിറ്റ് ഡ്യൂറിങ് ദ ഡിലേ. ദൈവം നമുക്ക് തന്ന നമ്മൾ പ്രാർത്ഥിച്ച ഉടനെ കിട്ടുന്ന കാര്യങ്ങളും നമ്മളെ ഇതുവരെ ദൈവം വഴി നടത്തിയതും നമ്മളുടെ ഇല്ലായ്മയിലും കുറവുകളും ദൈവം നമ്മളെ ഉയർത്തി നിർത്തി വെച്ചിരിക്കുന്ന സകല സാഹചര്യങ്ങളും എന്തിനാണെന്നറിയാവോ? സന്തോഷിപ്പിക്കാനല്ല. മിണ്ടാതെ ഇരിക്കുന്ന സാഹചര്യങ്ങളിൽ അത് നമ്മളെ ബലപ്പെടുത്തണം. യേശുവിനോട് അത് നമ്മളെ അടുപ്പിക്കണം.
നമുക്ക് അതിന് ഉത്തരം കിട്ടത്തില്ല. പക്ഷേ വിശ്വസ്തയുള്ള ഒരു ദൈവമാണെന്ന് ഈ പഴയ കാര്യങ്ങളെല്ലാം നമ്മളെ ഓർപ്പിപ്പിക്കും. It will make us, it will start building us. Delay will start building you. സൗൽ രാജാവ് ഓടിച്ചെന്ന് അത് ചെയ്താലും തിരിഞ്ഞു നോക്കിയപ്പം ദേ വന്നു ശമൂവേൽ. വാതിക്കലുണ്ടായിരുന്നു, ഒന്ന് വെയിറ്റ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? പ്രഷർ കാരണം വിട്ടുകൊടുത്തു. അബ്രഹാമിന് ദൈവം പറഞ്ഞു, നിർത്തിവെച്ചു പറഞ്ഞു, പലവട്ടം പറഞ്ഞു, നിന്റെ ദേഹത്തുനിന്ന് തന്നെ ഐ വിൽ ഡു ഇറ്റ്. പക്ഷെ ചെറിയ ഡിലേ വന്ന് ജസ്റ്റ് വെന്റ് ഓഫ്. ആക്ട്സ് 2-ൽ നമ്മൾ വായിക്കുന്നു, പരിശുദ്ധാത്മാവ് വന്നപ്പം പത്രോസിനെ നോക്കി, നീയല്ലേ അവരെയെല്ലാം മീൻ പിടിക്കാൻ കൊണ്ടുപോയത്, നീ അങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ ബാക്കി 119 പേരെ ഞാൻ നിറയ്ക്കട്ടെ എന്ന് പറഞ്ഞില്ല. യേശു പറഞ്ഞതുപോലെ മുറിക്കകത്ത് കാത്തിരുന്ന അത്രയും ആൾക്കാരുടെ മേലെയും ശക്തിയോടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി. അതിനുവേണ്ടി കാത്തു നിൽക്കാൻ പറഞ്ഞു. ആ അനുഭവങ്ങളെല്ലാം നമ്മളെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി, വെയിറ്റ് ഫോർ ദ ലോർഡ്, വെയിറ്റ് ഫോർ ദ ലോർഡ്, നമ്മളെ പഠിപ്പിക്കുക ഹൗ ടു വെയിറ്റ് ഫോർ ദ ലോർഡ്. സകല ഡിലേസും ആരുടെ ജീവിതത്തിലാണ് ഡിലേ ഇല്ലാത്തത്? ആരുടെ ജീവിതത്തിൽ ആ ഡിലേ ഇല്ലാത്തത്? ആരുടെ ജീവിതത്തില ഞാൻ പ്രാർത്ഥിച്ചു എല്ലാം ഞാൻ പറഞ്ഞോണ്ടേ ഞാൻ കിട്ടുവാണപ്പാ? No. God will take you and me through delays. It will teach us to trust the Lord. വേറെ വഴിയേ ഇല്ല. യേശുവിനെ ആഴമായി അറിയണമെങ്കിൽ God will allow delay in your life. When you pray, you will not hear. You will ask God, show me. He will not reply. Hold on. Hold on. Bible says, wait for the Lord. കാത്തിരിക്ക്. കേസ് നടക്കുന്നുണ്ട്, അത് മുമ്പോട്ടും പോകുന്നില്ല, പുറകിലോട്ടും നടക്കുന്നില്ല. നോ പ്രോബ്ലം. വെയിറ്റ് ഫോർ ദ ലോർഡ്. അവൻ തന്നെ അത് ചെയ്തു തീർക്കും. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ലോർഡ് ഇത് ചെയ്യണമെന്നുണ്ട്, തീർക്കണമെന്നുണ്ട്, പക്ഷെ തീർക്കാൻ പറ്റുന്നില്ല, എങ്ങനെയോ തുടങ്ങിപ്പോയി. നോ പ്രോബ്ലം. ഹോൾഡ് ഓൺ. ഈ ഡിലേയുടെ ടൈം വരുമ്പോൾ നമ്മളെ വഞ്ചിക്കുന്ന ഒരു പൈശാചിക ശബ്ദം എപ്പോഴും കയറി വരും. എപ്പോഴും നമ്മൾ ചിന്തിക്കണം, യേശുവേ വചനത്തിന്റെ വഴിയിലാണോ ഈ ശബ്ദം എന്നെ നടത്തുന്നത്? അല്ലെങ്കിൽ റെബ്യൂക്ക് ഇറ്റ്. പണ്ടത്തെ ഒരു മെസ്സേജിൽ ഞാൻ ഷെയർ ചെയ്യുന്ന അതേ വചനമാണ്. കാസ്റ്റ് ഇറ്റ് ഔട്ട്. വിശ്വസിക്കത്തില്ല. ഒരു പ്രവാചകൻ, പുരോഹിതൻ ഇസ്രായേലിനെ നടത്തിക്കൊണ്ട് പോവാ. പുരോഹിതനെ അറിയത്തില്ല. പുരോഹിതൻ എന്താ പറയുന്നത്? ദൈവത്തിനെ വിശ്വസിക്കണം, ദൈവത്തിന്റെ വഴിയിൽ നിന്ന് മാറി നടക്കരുത്, അവൻ വിശ്വസ്തനാണെന്ന് ആര് പറയും? പുരോഹിതൻ പറയും. പക്ഷെ പുരോഹിതന്റെ ഉള്ളിൽ അവിശ്വാസം കിടപ്പുണ്ടെന്ന് പുരോഹിതൻ എന്നാ മനസ്സിലായേ? ഡിലേ വന്നപ്പോഴാണ്. ലൂക്കിന്റെ പുസ്തകം 1:7-25 വായിക്കുമ്പോൾ, സക്കറിയാവ് ഇസ്രായേലിന്റെ പുരോഹിതനാണ്. അവരെ പഠിപ്പിക്കുക പ്രാർത്ഥിക്കണമെന്ന്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പുരോഹിതനാണ്. അവരോട് പറയുക, ദൈവം നിങ്ങളുടെ ദൈവമാണ്, മാറി നടക്കരുത്, ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും, നിങ്ങളെ അനുഗ്രഹിക്കും, ദൈവത്തിനെ വിശ്വസിക്കുമെന്ന് പഠിപ്പിക്കുന്ന പുരോഹിതനാണ്. പക്ഷേ പുരോഹിതന്റെ ജീവിതത്തിൽ ഡിലേ വന്നപ്പോൾ അകത്തളത്തിൽ അവിശ്വാസം ഉണ്ടെന്ന് അപ്പോഴാ സക്രിയാവ് മനസ്സിലാവുന്നത്. ഡിലേ വിൽ ടീച്ച് യു. നമ്മുടെ ഉള്ളിൽ എന്ത് ഉണ്ട് എന്ന് മറിഞ്ഞു കിടക്കുന്നതെല്ലാം ഡിലേ നമ്മളെ പഠിപ്പിക്കും. എന്റെ ഈ മുഖം പുറത്ത് നടന്നത് നല്ല രസമല്ലേ? അല്ലെ, ഞാൻ തന്നെയാണ് പറയാം നല്ല രസമാണ്. പക്ഷെ അകമേ വിശ്വാസം ഉണ്ടോ ഇല്ലയോ, വിശുദ്ധി ഉണ്ടോ ഇല്ലയോ, ദൈവത്തിന്റെ ആ പ്രശ്നത്തിനെ ഞാൻ തേടി പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റൂല. നിങ്ങളൊക്കെ ഈസി ആയിട്ട് കളിപ്പിക്കാൻ പറ്റും, ഈസി ആയിട്ട് കളിപ്പിക്കാൻ പറ്റും. പക്ഷെ ഡിലേ വരുന്നത് ഞാൻ എന്നെ മനസ്സിലാക്കണം, എന്റെ ഉള്ളിൽ എന്തുണ്ട് എന്ന് ദൈവം എന്നെ കാണിക്കാനാണ് ഡിലേ അയക്കുന്നത്.
പുറമേ കാണുമ്പോൾ ഭയങ്കര പ്രാർത്ഥനയും ഭയങ്കര ശക്തിയും വർഷിപ്പും ഇൻസ്ട്രുമെന്റ് വായിക്കുന്നതും വർഷിപ്പ് ലീഡ് ചെയ്യുന്നതും ചർച്ചിൽ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നതും എല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ അകത്തളത്തിൽ ശരിക്കും നമുക്ക് അറിയാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് ദൈവം നമുക്ക് വെളിപ്പെടുത്തുന്നത് ഡിലേ വരുമ്പോഴാണ്. God will teach you who you are. അതെന്തിനാണെന്ന് നമ്മളെ തകർക്കാനല്ല, അത് കാണിച്ചാലേ അതിനെ മേൽക്കൊണ്ട് നമ്മൾ വരുത്തുള്ളൂ. അതിനെ മാറ്റി നിർത്തി നമ്മൾ ദൈവത്തോട് ഒട്ടി വരുത്തുള്ളൂ. ഇങ്ങനെ ദൈവം ചെയ്താലേ നമ്മളെ അടുത്ത ലെവലിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. Otherwise there is no other level. പണ്ട് ഞാൻ അവിടെ കുറെ ചെറിയ ഗ്രൂപ്പിൽ പ്രസംഗിച്ചു, ഇപ്പോഴും ചെറിയ ഗ്രൂപ്പിലേ പ്രസംഗിക്കത്തുള്ളൂ. പണ്ട് ഞാൻ ചെന്ന് എല്ലാവർക്കും ജ്യൂസ് മേടിച്ചു കൊടുത്തു, ഇപ്പോഴും ജ്യൂസ് മേടിച്ചുകൊണ്ട് കൊടുത്തതേ ഉള്ളൂ. 10, 30, 40 വർഷം ആയാലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സംതിങ് ഇസ് റോങ്. God will not keep you there to do what you did before. പണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ no. Delay will teach you, Lord, what you want me to do today. എന്റെ കയ്യിൽ ഒരു ശുശ്രൂഷ തന്നിട്ടുണ്ടെങ്കിൽ ലോർഡ് അതിനെ ഞാൻ എങ്ങനെ 10 times better ആയിട്ട് ചെയ്യണമെന്ന് യു പ്രേ. ഗോഡ് വിൽ ഷോ യു. ഡോണ്ട് തിങ്ക് ഞാൻ പണ്ട് അത് ചെയ്തു, പണ്ട് ഇത് ചെയ്തു, പണ്ട് അങ്ങനെ ചെയ്തു. അത് ചെയ്യാൻ വേണ്ടിയല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. അത് ചെയ്യാൻ വേണ്ടി നമ്മളെ ദൈവം വിളിക്കത്തില്ല. അത് മാത്രം ചെയ്യാൻ അത് ചെയ്തോണ്ടെങ്കിൽ ഇരുന്നാൽ മതിയല്ലോ. പക്ഷെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എവറി ഡേ. ഗോഡ് വിൽ വാണ്ട് us to sit, wait at my feet. ഈ ഡിലേസ് നമ്മളെ പഠിപ്പിക്കുന്ന വലിയ ഒരു കാര്യം എന്താണെന്ന് അറിയാവോ? അവന്റെ സന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിക്കും. ഒരിക്കലും കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ ചെയ്യാത്ത കാര്യം. നമ്മൾ പ്രാർത്ഥിക്കും, കാത്തിരുന്ന് പ്രാർത്ഥിക്കത്തില്ല. അവന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി നമ്മൾ ഇരിക്കത്തില്ല, ബിസിയാണ് നമ്മൾ. കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ ദൈവം അയക്കുന്ന ഒരു വലിയ ഒരു ടൂളാണ് ഡിലേ. അതിന്റെ അർത്ഥം നമ്മളെ അങ്ങ് തള്ളിക്കളയെന്നല്ല, നമ്മളുടെ കാര്യങ്ങളെ ദൈവം ഫുൾഫിൽ ചെയ്യത്തില്ലെന്നല്ല. ഹി വിൽ ഡു വാട്ട് ഹി ഡസ്, ഹി വിൽ ഫുൾഫിൽ എവറി പ്രോമിസ്. പക്ഷെ അതിനെക്കാട്ടിലും ഉപരി നമ്മൾ ദൈവമായിട്ട് അടുക്കാൻ ഈ സാഹചര്യം ദൈവം ഒരുക്കുന്നതാണ്. എവറി ഡിലേ ഇസ് ടു ബ്രിങ് യു ആൻഡ് മീ ക്ലോസർ ടു ഹിം. അതിന് വേറെ പർപ്പസേ ഇല്ല. നോ അതർ പർപ്പസ്. എവിടെയെങ്കിലും ജീവിതത്തിൽ ഡിലേ ഉണ്ടെങ്കിൽ, എനി ഡിലേ, അത് നമ്മളെ യേശുവുമായി അടുപ്പിക്കാനുള്ള ഒരു സാഹചര്യം മാത്രം. ലാമെന്റേഷൻസ് 3:2 അത് മാത്രം ഒന്ന് വായിക്കാമോ? ലാമെന്റേഷൻസ് 3:2. ലാമെന്റേഷൻസ് 3:2. ഇരുട്ടിലത്രേ നടത്തിക്കൊണ്ട് പോന്നിരിക്കുന്നത്, അവൻ എന്നെ വെളിച്ചത്തിലല്ല ഇരുട്ടിലത്രേ നടത്തിക്കൊണ്ട് പോന്നിരിക്കുന്നത്. Lamentations 3:2. Oh, sorry, 3:12, 3:23, 3:23. അത് രാവിലെ തോന്നുന്നതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. Great is your faithfulness. Great is your faithfulness. When you go through delay, ഒരു കാര്യം, ഈ ഒരു വചനം നിങ്ങളുടെ മനസ്സിൽ കിടക്കണം. When you go to faithfulness, നമുക്കതിനെ വർണ്ണിക്കാൻ പറ്റില്ല. You cannot even understand that, because so great is God's faithfulness. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. Hallelujah. Thank you, Lord. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചിരിക്കുന്ന every delay, Father, is from your throne. യേശുവുമായി ഞങ്ങളെ അടുപ്പിക്കാൻ ദൈവം അലോ ചെയ്തിരിക്കുന്ന അത്രയും കാര്യങ്ങളും we thank you, Lord.
വചനം പറയുന്നു, ഗ്രേറ്റ് ഈസ് യുവർ ഫെയ്ത്ത്ഫുൾനെസ് ലോർഡ്. യു ആർ ഫെയ്ത്ത്ഫുൾ ഫാദർ. വഴികളെ ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് കാണുന്നില്ല. സൊല്യൂഷൻസ് എത്ര ഓർത്താലും ചിന്തിച്ചാലും ഞങ്ങൾക്ക് അതിനോട് അടുക്കാൻ പറ്റുന്നില്ല. ഇത് എങ്ങനെ കാര്യങ്ങൾ തെളിഞ്ഞു വരുമെന്ന് ഓർക്കുമ്പോൾ അപ്പാ ഞങ്ങൾക്ക് ഒരു വഴിയും ഞങ്ങൾക്ക് കാണുന്നില്ല അപ്പാ. പക്ഷെ വചനം പറയുന്നു, ഗ്രേറ്റ് ഈസ് യുവർ ഫെയ്ത്ത്ഫുൾനെസ് ലോർഡ്. Because you are faithful, our heart will be at peace, Lord. We will just trust you, Lord. We will trust you, Father. We thank you and praise you, Father. Let your word heal us, strengthen us. You are making us strong in every delay. I thank you and praise you, Father. You bless us, help us to pray.